എല്ലാവർക്കും നമ്മുടെ ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ എണീച്ച് രാവിലത്തെ ആദ്യത്തെ പണി പഴം ശർക്കരയും കൂടി പുഴുങ്ങായിട്ടിട്ടുണ്ട്, അരി അടപ്പത്തിട്ടുണ്ട്. വന്നിട്ട് 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വരുന്നത് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ അയിലക്കറി ഉണ്ടായിരുന്നു, മിളകിട്ട അയിലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അത് ചൂടാക്കി വെച്ച് കഴിഞ്ഞു, പരിപ്പ് ഒഴിക്കാൻ വെച്ചു. പിന്നെ ഇത് നമുക്ക് വെണ്ടക്കായ വണക്കിയെടുക്കാനായിട്ട്, അതായത് ഇഡ്ഡലി സാമ്പാറാണ്. സാമ്പാർ വയ്ക്കുമ്പോഴേക്കും ഇതിലൊന്ന് വെണ്ടക്കായ വണക്കി മാറ്റും കേട്ടോ. നമുക്ക് ഇഡ്ഡലി ദോശ എന്താണെങ്കിൽ ഉണ്ടാക്കാം. മാവൊക്കെ സെറ്റാണ്, പൊന്തി വന്നിട്ടുണ്ട്. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേയൊക്കെ ഏറെ ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്ത് വെച്ചിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ മറ്റേ കുറച്ച് പരിപ്പൊക്കെ വയ്ക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് സാമ്പാർ കഷ്ണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെണ്ടക്കായ കേട്ടോ കഴുകിയെടുത്തിട്ട് നന്നാക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറിലിടുമ്പോൾ വെണ്ടക്കായ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയതിന് ശേഷം നമ്മൾ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓണത്തിനും വിഷുവിനൊക്കെ കൂടുതലും ഇങ്ങനെ പിറന്നാൾ അതിന് കൂടുതലും ഇങ്ങനെയായിട്ട് സാമ്പാർ വയ്ക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പച്ചക്കറി കൊണ്ട് നമ്മളെല്ലാം പച്ചക്കറി ഇട്ട് വയ്ക്കുമ്പോഴേ നമുക്ക് മട്ടിപ്പരുന്നത്. ഓൾറെഡി വിഷുവിനോണത്തിൽ പച്ചക്കറിയുടെ സദ്യയാണ്, എല്ലാ കഷ്ണങ്ങളും അവിയലും മറ്റതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാമ്പാറിന് കുറേ കഷ്ണമായിട്ടൊരു വേസ്റ്റ് അല്ല. അപ്പോൾ ഞാൻ കൂടുതലും മുരിങ്ങക്കായും സവാളയും തക്കാളി വെണ്ടക്കായും മാത്രം ഇട്ടിട്ടാട്ടോ സദ്യ സാമ്പാർ വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തു, അത് അരിഞ്ഞിട്ടു. വെണ്ടക്കായ വാട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തക്കാളി ഇട്ട്, തക്കാളിക്ക് ഓരോരുത്തരും ഇഷ്ടമില്ല, എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടം സാമ്പാറിൽ. അങ്ങനെ ഒരു 3-4 പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിടുന്നത് മുരിങ്ങക്കായ കേട്ടോ, നല്ല ചള്ള മുരിങ്ങക്കായ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, കറിവേപ്പില. ഇത് മാത്രം നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം അല്ല, മറ്റത് വേറെ ഐറ്റംസൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ മത്തങ്ങയോ കുമ്പളങ്ങയോ അതൊന്നും നമ്മൾ യൂസ് ചെയ്യണം. എന്താ വെച്ചാൽ ഈ പിറന്നാളും സദ്യക്കൊക്കെ നമുക്ക് ആ കറി എല്ലാ കഷ്ണങ്ങളും ഏതെങ്കിലും ഒരു കറിയിലുണ്ടാവും. പിന്നെ ഇതിനും കൂടി ആകുമ്പോൾ വെറുതെ വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട്, പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയത് നല്ല മുരിങ്ങക്കായ ആയിരുന്നു, ഒക്കെ നല്ല ചള്ള മുരിങ്ങക്കായ ആയിരുന്നു. അങ്ങനെ നമ്മൾ വെണ്ടക്കായ ഏകദേശം വറവാക്കി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി അങ്ങോട്ട് ഇളക്കി തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് അതൊരു വളരെ പാത്രത്തിലാക്കി വെച്ചിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങക്കായും തക്കാളി വെന്തതിന് ശേഷമാണ് നമ്മൾ വെണ്ടക്കായ ഇടുക. അങ്ങനെ ഒരു 3-4 വിസിലൊക്കെ അടിച്ചു. നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വെന്തു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുക്കറിന്ന് എടുത്തോട്ട് മുഴുവൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ, ഒന്ന് ഇളക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാമ്പാർ കായം, പിന്നെ നമ്മളിടുന്നത് കറിവേപ്പില കേട്ടോ. നന്നായി വേവിക്കാൻ വെക്കട്ടെ അടുപ്പത്ത്, അത് വേവട്ടെ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നാളികേരം വറക്കാനുള്ള കാരണം ഈ സാമ്പാറിൻ്റെ വേവാളത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കിട്ടാം. പിന്നെ നമ്മുടെ വറവിന് ആവശ്യമുള്ള സാധനം ഒരു 1.5 പിടി നാളികേരം എടുത്തു, കുറച്ച് കറിവേപ്പില, ഒരു 5-10 ചുവന്നുള്ളി ഇട്ട്. അപ്പോൾ നന്നാക്കിയത് ഇത്ര ഉണ്ടെന്നുള്ള എടുത്തത് പിന്നെ എന്നിട്ട് നന്നാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിടുന്നത് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ കൊടുത്തോളം ഉലുവ ഇട്ടു. പിന്നെ നമ്മൾ ഒന്നിനും കടലപ്പരിപ്പ് അല്ല, നമ്മൾ സാമ്പാർ പരിപ്പ് തന്നെ കുറച്ച് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ടാൽ. ഇതാണ് ഞാൻ സാമ്പാറിന് വറക്കുക. അപ്പോൾ അതിനായിട്ട് ഉള്ളിൽ ചുവന്നുള്ളി നന്നാക്കിയപ്പോൾ അതിന് 3-4 വലിയ ചുവന്നുള്ളി വീണ്ടും കൊണ്ടിട്ടു കേട്ടോ. അങ്ങനെ നമ്മളത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുക കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സാമ്പാർ പൊടി ഇട്ട്, ആ വറക്കണതിനൊരു സ്മെല്ലിനായിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് കുറേശ്ശെ 2-3 ട്രിപ്പായിട്ടാണ് സാമ്പാർ പൊടി ഇടുന്നത്. അങ്ങനെ നന്നായി അടയ്ക്കുക. അവിടെയും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തുന്നാണ്. ഇപ്പോൾ ഞാൻ വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി സവാളയും മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വേവും, 2-3 തലയാകുമ്പോഴേക്ക് വേവും. അപ്പോൾ വെന്തപ്പോൾ വെണ്ടക്കായ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ നാളികേരം ഇങ്ങനെ ഒരു പുളിയൂറുമ്പിൻ്റെ നിറം, ഒരുപാട് ഡാർക്ക് നിറമായി കഴിഞ്ഞാൽ സാമ്പാർ കറുത്തിട്ടിരിക്കും, ഒരു ഭംഗിയില്ലാണ്ട് കറുത്തിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു പുളിയൂറുമ്പിൻ്റെ നിറക്കില്ലേ, ആ ഒരു നിറം വേണ്ട കേട്ടോ നമുക്ക് സാമ്പാറിന്. ഏകദേശം അത്രയ്ക്ക് വറവൊക്കെ ആയി. പിന്നെ ചട്ടി തീന്ന് കുറച്ച് നേരം മാറ്റിയിട്ട് തീ ചുരുക്കിയിട്ടു കേട്ടോ. പിന്നെ ഒരു 2.5 ടീസ്പൂൺ എടുത്തോളം മല്ലിപ്പൊടി ഇട്ടു, 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല, ഈ 2 പൊടി മാത്രമേ ഞാൻ ഇടുള്ളൂ. മഞ്ഞൾപ്പൊടി നമ്മൾ കറി വേവിക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏകദേശം ഒന്ന് അതിൻ്റെ കുത്തുമണൊക്കെ പോകണമായിരിക്കും ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. വറുത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചു. കഷ്ണമൊക്കെ വെന്തപ്പോൾ ഒരു ഉണ്ട പുളി ഉണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് വെച്ചു. പിന്നെ നമ്മളെടുത്തത് സാമ്പാറിൻ്റെ അരപ്പാണ് കേട്ടോ. കഷ്ണമൊക്കെ വന്നപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി സാമ്പാർ നല്ല കട്ടിയാണ്, അപ്പോൾ നമുക്കൊന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ച് പുളിയും കൂടി ആവശ്യമുണ്ട്.
അപ്പോൾ കുറച്ചുകൂടി പുളിയൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു, അതൊക്കെ ഒന്ന് കലക്കി അതൊഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാറിൻ്റെ പണിയൊക്കെ ഫിനിഷിങ് ആയിട്ടാണ്. ഒക്കെ പറയുന്നത് നല്ല സാമ്പാറുടെ അതിൻ്റെ കളറുണ്ട്. ഞങ്ങൾക്ക് ഇനി നല്ല ഡാർക്ക് കളർ സാമ്പാർ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ ഞങ്ങൾ സാമ്പാർ എടുക്കുക. അതെന്താ വെച്ചാൽ നാളികേരം ഒരുപാട് മൊരിച്ചെടുക്കില്ല, ഒരു പുളിയുറുമ്പിൻ്റെ നിറാമിക്കും നമ്മൾ മടങ്ങുമ്പോഴും മല്ലിപ്പൊടിയൊക്കെ ഇടും കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തൊരു ചീഞ്ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ സാമ്പാർ തലയൊക്കെ വന്ന് തുടങ്ങി, തിളച്ചു, നല്ലോണം തിളച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ കാച്ചാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു തരി 2-3 മല്ലിയില ഇട്ടു കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് സദ്യ സാമ്പാറിലേക്ക് മല്ലിയില ഇഷ്ടമാട്ടോ. അത് ഇഡ്ഡലിക്കൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ള സാമ്പാറിന് മല്ലിയില ഇഷ്ടം. പിന്നെ നമ്മളിതേ കുറച്ച് കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, കറിവേപ്പില, മുളകുമുളക് ഇട്ടു, കാച്ചി കൂട്ടി നമ്മുടെ സാമ്പാർ മൂടി വെച്ചു. ഇനി അടുത്ത പരിപാടി നമ്മുടെ ഇഡ്ഡലിക്കുള്ള ചട്നി ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ അതും ഒരു 1.5 കൈപ്പിടി നാളികേരം ഇട്ടു. അതിലേക്ക് ഉപ്പും പച്ചമുളകും മാത്രം നമ്മൾ ചട്നിക്ക് ഇടണം കേട്ടോ. ചില ദിവസം നമ്മൾ 2 ഉള്ളി ചുവന്നുള്ളിയുടെ തുണ്ടി ഇഞ്ചിയൊക്കെ ഇടും. ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്ന് പച്ചമുളകും ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ, നാളികേരം. അങ്ങനെ നമ്മൾ ചട്നിയൊക്കെ അരച്ച് സെറ്റാക്കി കൊടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് കുറവന്നപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ചട്നി കാച്ചാൻ പോയിട്ട്, ചട്നി കാച്ചാനും ഇത് തന്നെയാണ് കേട്ടോ. ഉലുവ ഇടില്ല എന്നല്ലോ, കടുക്, മുളക്, കറിവേപ്പില. അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ പൊട്ടിച്ച് ഒഴിച്ചപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടാണ് വറവ്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയുള്ള സാമ്പാറിലേക്ക് തട്ടി. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നിട്ടാണ്. അപ്പോൾ വേഗം ഇഡ്ഡലി ഒഴിക്കട്ടെ. പക്ഷേ അതിന് പൊന്നും കുണുക്കിനും ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ ഏകദേശം എല്ലാം പണിയോട് കഴിഞ്ഞു. ഉച്ചത്തേക്കുള്ള കറി, ഉപ്പേരി എല്ലാം അതുമായിട്ട് അങ്ങനെ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്ന് വന്നോളും. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച്, അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് ആ സെറ്റ് ചെയ്ത് ഇഡ്ഡലി മാവാക്കി മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ കഴുകി സാമ്പാർ വെച്ച കുക്കർ കഴിഞ്ഞ് അപ്പോഴേക്കും അതിനായിട്ട് ഉണ്ണിപ്പിണ്ടി അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണിപ്പിണ്ടിക്കുള്ള മുതിര കേട്ടോ. ഞാൻ ഇങ്ങനെ നാളെ ഉണക്കപ്പയറും ഉണ്ണിപ്പിണ്ടി വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിപ്പിണ്ടി. ഞാൻ കൂടുതലും കഴിക്കാൻ തുടങ്ങിയത് അനുവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കര ഇട്ട പഴം പുഴുങ്ങിയതൊക്കെ സെറ്റായിട്ടോ. എല്ലായിടത്തും അങ്ങനെ ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണ സമയത്ത് ശർക്കര ഇട്ട് പുഴുങ്ങിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് നേന്ത്രപ്പഴം ശർക്കര ഇട്ട് പുഴുങ്ങി. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ തൃശ്ശൂർകാർ കൂടുതലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചിലർ ഉപ്പിട്ടിട്ട് പുഴുങ്ങും, പക്ഷേ ഞാൻ ഉപ്പൊന്നും ഇല്ല, ശർക്കര ഇട്ടിട്ട് കേട്ടോ ഒരു ചുവപ്പ് നിറം കണ്ടോ. അതെങ്ങനെയാണെന്ന് പറയും, നമ്മൾ വെള്ളം ഒഴിച്ച് ശർക്കര ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ ഇരുന്ന് ആ ശർക്കരയിൽ ഇരുന്ന് വെന്തിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ കാര്യം വെക്കണ്ടല്ലേ. മീൻകറി മുതിരയും ഉപ്പിലി ഉപ്പേരിയുണ്ട്. ഒരുപാടായി പോലെ ആൾക്കാർ എന്തിനാ വരുന്നത്, സ്നേഹിക്കുന്നവർ പറയില്ല, അവർക്കറിയാം നമ്മുടെ എന്താ കഴിക്കുന്നത്. വയ്യേ കേട്ട് തോറ്റു, മടുത്ത് കേട്ടിട്ട്. അതെനിക്കിഷ്ടമാണ്. ഇവിടെ അങ്ങനെ കാണുന്നവരെല്ലാം ചീത്ത പറയാൻ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ആക്കി ഓരോ പാത്രം മോര് വയ്ക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ എല്ലാ പാത്രങ്ങളും ഇവിടെ ഒരാൾ കൂർക്കം അരിക്കുന്നുണ്ട്. ഒരിക്കലും എന്നെ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ കൂർക്കം അരി കേട്ടു എന്നുള്ള കംപ്ലൈൻറ്റ്. ഒരു ഈച്ച വന്നാൽ മനുഷ്യ അങ്ങനെ അടുത്ത സെക്ഷനിലെ പാത്രങ്ങൾ കഴുകാതെ കുണിക്കിയുടെ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ പഴം പുഴുങ്ങിയ പാത്രം കഴുകാൻ കുറച്ച് പണിയാട്ടോ. എന്താ വെച്ചാൽ ശർക്കരയിൽ നിന്ന് വറ്റിച്ചെടുക്കണമല്ലേ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോണ്ട് വെച്ചാൽ ഒന്ന് വെള്ളം തിളപ്പിച്ച് നമ്മുടെ പാത്രം ഉള്ളിൽ ക്ലീൻ ആവട്ടെ. അപ്പോഴേക്കും കുണക്കിനെ വിട്ടിട്ട് വാട്ടർ ബോട്ടിൽ കഴുകണം ഡ്യൂട്ടിയാണ് കേട്ടോ. അത് നല്ലൊരു പണിയാട്ടോ. എന്താ വെച്ചാൽ ചില കുട്ടികൾ ഇങ്ങനെ വാട്ടർ ബോട്ടിലുള്ള സ്മെല്ല് വരും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്നും വല്ല വാട്ടർ ബോട്ടിൽ ഞാൻ ലിക്വിഡ് വെച്ചിട്ട് കഴുകൂട്ടാം. 2, 3, 4, 5 പ്രാവശ്യം കഴുകിയാലും എനിക്കത് മതിയാവും.
മതിയാവില്ല കേട്ടോ. അങ്ങനെ കഴുകിയിട്ട് അത് നല്ല പണിയാണ്. അത് കഴുകലും സോപ്പ് പൊടി ഇട്ട് സോപ്പ് പൊടി ലിക്വിഡ് ഇട്ട് ഒഴിച്ചിട്ട് കഴിയണേ പത പോണ വരെ അങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിപ്പിണ്ടിയൊക്കെ ശരിക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുതൽ ഏകദേശം പകുതി വെന്തപ്പോൾ ഉണ്ണിപ്പിണ്ടി കഴുകി വെച്ചിട്ടുള്ളൂ, വേവിക്കാൻ വെച്ചിട്ടില്ല. അപ്പോഴേ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ചൂടാറിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് തോണ്ടിയിട്ടു. പിന്നെ ചേട്ടൻ പറഞ്ഞു പണിക്ക് ഇന്ന് 2 ആളുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തങ്കമണിച്ചി ഒന്ന് പുല്ല് കെട്ടുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നെ പെറ്റിച്ചു, ഭംഗിപൂർവ്വം ചതിച്ചു. ഞാൻ പറഞ്ഞു അയാൾ വന്നതിന് ശേഷം ഞാൻ ചട്നി ഉണ്ടാക്കുക, വെറുതെ ചട്നി ഉണ്ടാക്കിയിട്ട് കളയേണ്ട ഞാൻ കുറച്ച് നാളികളെടുത്തിട്ട് ചട്നി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അയാൾക്ക് കൂടിയിട്ടുള്ള ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി. പക്ഷേ കുഴപ്പമില്ല, കുണിക്ക് സ്കൂൾ വിട്ടപ്പോൾ ഇഡ്ഡലി കഴിച്ചു. പിന്നെ ഇത് ഇപ്പോഴും ഇഡ്ഡലി കഴിച്ചപ്പോൾ ഇഡ്ഡലി അങ്ങനെ തീർന്ന് കിട്ടിയിട്ട് അവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ 2 തട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തട്ട് ഫുള്ളും പിന്നെ ഒരു 4 കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവും കേട്ടോ. പക്ഷേ തങ്കമണിച്ചും പിന്നെ പുല്ലുവേണ്ട ആളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതലുണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ മുതിരൊക്കെ ഒരു 3/4 വശം വെന്തു കേട്ടോ. ഫുള്ള് വേവേണ്ട ആവശ്യമില്ല, 3/4 വശം വെന്തതിന് ശേഷം ഈ ഉണ്ണിപ്പിണ്ടി ഇട്ടിട്ട് 2-3 ദിവസം കൂടെ അടിച്ചാൽ നമ്മുടെ മുതിരയും ഉണ്ണിപ്പിണ്ടിയും കറക്റ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ പഴം മുഴുകിയ പാത്രം ക്ലീനായി. പിന്നെ അത് പാത്രം ഇങ്ങനെ കഴുകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എവിടെ നിന്നൊക്കെയാണ് പാത്രം വേണ്ടത് ഒരു പിടുത്തില്ല. എല്ലാ വീട്ടമ്മമാരും ശരിക്കും പാത്രം ഓടിയിട്ടാണ് തോൽക്കുക അല്ലേ. ഭക്ഷണം വയ്ക്കുക കഴിക്കുകയാണെങ്കിൽ പാത്രം ഓടിയിട്ടൊക്കെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതിക്കാട്ടെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിര ഉപ്പേരിയൊക്കെ അത് ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ണിപ്പിണ്ടി മുതിര ഉപ്പേരി അല്ലേ, അത് നമുക്ക് ഏത് കാലഘട്ടത്തിൽ കഴിച്ചാലും മടുക്കാത്തൊരു മാണി മുതിര. അതല്ലേ എൻ്റെ അമ്മ വയ്ക്കും നേന്ത്രക്കായയുടെ കന്ന്, വാഴകന്നും ഉണക്കപ്പയറും കൂടി വയ്ക്കും. അത് ഞാൻ ഇവിടെ അഞ്ഞാണ്ട് വീട്ടിൽ അത് കഴിച്ചിട്ടുണ്ട്. അത് നല്ല അത് ചേമ്പിൻ്റെ തണ്ടും ചക്കരകിഴങ്ങും പിന്നെ ചേമ്പിൻ്റെ തള്ളയും മുതിര കൂടി വയ്ക്കും അമ്മ. ഒരു ചേന പോലത്തെ കഷ്ണം പോലെ അങ്ങനെ വെക്കാറുണ്ട്. അത് തറവാട്ടിൽ വന്നിട്ട് ഞാൻ ചേന കഷ്ണം ഇങ്ങനെ നുറുക്കി ഈ ഉണ്ണിപ്പിണ്ടി നുറുക്കണ പോലെ ഞാൻ നുറുക്കുക. ചേമ്പിൻ്റെ തള്ളാന്ന് തന്നെ പറയാറെന്ന് എനിക്ക് തോന്നണം, കറക്റ്റിക്ക് അറിയില്ല. കുറേ വർഷമായി ഇപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ടിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മറന്നു. ഉണ്ണിപ്പിണ്ടി ചേമ്പിൻ്റെ തണ്ട് വയ്ക്കും, അത് ടേസ്റ്റാട്ടാ. അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കഴിച്ചാൽ അതായത് ചുരുട്ട് അതൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചാട്ടെ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരുമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പറയാണ് വെളുത്തുള്ളി എണ്ണ മൂത്തപ്പോൾ വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, അത് മൂത്തപ്പോൾ വെറ്റൽമുളകും മുളകും പൊടി ഇട്ടു കേട്ടോ. കുത്തിയ മുളക് പൊടി ഇട്ടു, അത് മൂത്തപ്പോൾ ഒരു കൊട്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഉണ്ണിപ്പിണ്ടി ഉപ്പേരി റെഡി. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ നാളികേരമൊക്കെ ഇട്ടിട്ട് മെഴുക്ക് പുരട്ടി അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് അധികം ഇഷ്ടമില്ല. നമുക്ക് ഈ എരിവ് ഇതൊക്കെ ഇഷ്ടമല്ലേ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടുതലും ഇങ്ങനെ കേട്ടോ ഉപ്പേരിയൊക്കെ മെഴുക്ക് പുരട്ടി വെക്കുന്നവരുണ്ടാവും. പക്ഷേ അഞ്ഞുവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഇങ്ങനെ വെക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ 2 ആൾ വീട്ടിലും സേമിച്ച് മെഴുക്ക് പുരട്ടി അധികം അങ്ങനെ മെഴുക്ക് പുരട്ടി അങ്ങനെ ഏകദേശം നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുതിരയും ഉണ്ണിപ്പിണ്ടിയും അതൊന്ന് വറ്റ വേണ്ടി അവിടെ ഇട്ടിട്ടാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലി ലാസ്റ്റത്തെ 2ാമത്തെ തട്ടാട്ടോ, അതൊന്നും ചൂടാറിയിട്ട് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ മോറി ഈ അടുക്കളയും തുടച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അത് തുടച്ചിട്ടുള്ളൂ കേട്ടോ, ഭയങ്കരമായിട്ട് ഒതുക്കിയിട്ടില്ല. ഇവിടുത്തെ ഒരവസ്ഥ നോക്കും മക്കളെ സ്കൂളിലേക്ക് കൊല്ലൂട അതിനെ പിടിച്ചോടാ കുഞ്ഞുമണിയേ. വെറുതെ കാര്യങ്ങൾ ഇത് കാണാനല്ലോ. അച്ഛൻ യൂണിഫോമൊക്കെ തേച്ചത് സെറ്റ് കൊണ്ടിട്ടുണ്ട്, ഏകദേശം എല്ലാം കഴിഞ്ഞു. അതിനാണ് അച്ഛൻ ഫോൺ സെറ്റ് മേടിച്ചിട്ടുണ്ട്. 2 ആൾക്ക് ഓരോ സൈഡിൽ കിടന്നോട്ട് വെച്ചിട്ട് അല്ല കേട്ടാ. എന്താ നമ്മളെ മക്കളല്ലേ. അതാ തങ്കമണിച്ച് വന്നിട്ടുണ്ട്. കുണിക്കിൻ്റെ പ്രിച്ചൂഷിൻ്റെ വല്യമ്മ വന്നിട്ടുണ്ട്. തങ്കമണിച്ചിയുടെ അടുത്ത് ഉണ്ണിയുടെ പേരെന്താ കുണിക്ക് തങ്കമണിച്ചിയുടെ അടുത്ത് ഉണ്ണിയുടെ പേരെന്താ? ഓ 10ാം ക്ലാസ്സുകാരി. കുണുക്കനറിയോ തങ്കമണിച്ചിയുടെ അടുത്ത് ഉണ്ണിയുടെ പേരെന്താന്ന്?
അങ്ങനെ രാത്രി ആകുമ്പോൾ നേരത്തെ ഉറങ്ങണ കുണിക്കുക നേരത്തെ ഉറങ്ങി കുണിക്കുക എന്നാണ് ഇവർ ജമ്മ ഉണ്ടെങ്കിൽ അനുസരിക്കില്ല കേട്ടോ. ഇവർക്ക് 12 മണി 1 മണി കഴിഞ്ഞിട്ട് ഇവർ ഉറങ്ങുന്നത് രാവിലെ എണിച്ച് ഇതാണ് അവസ്ഥ. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ വരെ താളത്തിന് അച്ഛൻ കുറേ തോണ്ടിയും തുടച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ പോകും. അപ്പോൾ കുണിക്കുമ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മൾ കൊടുത്തയച്ച് നല്ല പഴം പുഴുങ്ങിയതായിട്ട് ശർക്കര ഇട്ട് പഴം പുഴുങ്ങിയതും കുണിക്കുന്ന കാര്യം നല്ല രസം. ചില ദിവസം അത് ഭയങ്കര ഇഷ്ടത്തിനും ചില ദിവസം ഇഷ്ടത്തിനും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബ്രെഡിൽ നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കി വെച്ചു. ഒരു ബ്രെഡിൻ്റെ പീസിൽ പീനട്ട് ബട്ടർ തേച്ചിട്ട് 2 കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. കുണിക്ക് എന്ത് സ്നാക്സ് സ്കൂളുണ്ടായാലും അപ്പം തിന്നില്ല. സ്കൂൾ വിട്ട് വണ്ടിയിലാണ് കയറി കഴിഞ്ഞാൽ കാറിൻ്റെ ബാക്കിൽ ഇരുന്നതൊക്കെ തുറന്ന് ചെയ്ത് തിന്നുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ഇഷ്ടമില്ലാണ്ടല്ല, സ്കൂളിൽ നിന്ന് തിന്നാൻ ഇഷ്ടമില്ലാത്തൊരു പ്രശ്നമാണ്. അങ്ങനെ കുടിക്കുമ്പോഴുള്ള സ്നാക്സ് നമ്മൾ ഇന്ന് ഇതാണ് കേട്ടോ വെച്ചത്. ബ്രെഡും പീനട്ട് ബട്ടറും നല്ല ശർക്കര ഇട്ട് പുഴുങ്ങിയ പഴം ഞാൻ നുറുക്കി വെച്ചു. എന്ന് വെച്ചാൽ അവൾക്ക് ടീസ്പൂൺ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ കയ്യിലാവാണ്ട് കഴിക്കാതെ വെച്ചിട്ട് കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവളെ സംബന്ധിച്ച് വലിയ ഉറപ്പൊന്നും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതൊക്കെ ആക്കി വീടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ട ശർക്കര ഇട്ട് പുഴുങ്ങുമ്പോൾ പഴം വെന്തുടഞ്ഞ് പോകാണ്ട് കഷ്ണമായിട്ട് ഇടണ്ട. അത് ഞാൻ ചെറിയ നമ്മൾ എപ്പോൾ പഴം പുഴുങ്ങുമ്പോഴായിരിക്കും കുക്കറിലിട്ട് അടിക്കരുത്. അത് കുറച്ച് താമസിച്ചിട്ട് ഇങ്ങനെ വെച്ച് എടുക്കണത് നല്ല കേട്ടോ. പിന്നെ നമ്മൾ പൊന്നൂനൊരു വാടക വീട് ഇവിടെ ഒഴിഞ്ഞെടുക്കണം. അപ്പോൾ അത് തപ്പിപ്പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് കണ്ട, പക്ഷേ ഞങ്ങൾക്കത് ഇഷ്ടമായില്ല. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, ഒരു വൃത്തിയില്ലാത്തൊരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല ശർക്കര ഇട്ട് പുഴുങ്ങിയ പഴമുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ഒരു അടിപൊളി സാമ്പാർ. നമ്മൾ ഓണത്തിന് വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറില്ല അതാട്ടോ. എൻ്റെ ഫുൾ റെസിപ്പി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് കൂട്ടി കഴിക്കും എന്നുള്ള കൺഫ്യൂഷനാണ് അല്ല കേട്ടോ. എല്ലാം സൂപ്പറാണ്. അയിലക്കറി, മാങ്ങട്ട് വെച്ച അയില, ഇതിപ്പം ഇങ്ങനെ എടുക്കും. നല്ല ശർക്കരയിൽ കുടിച്ചത് കണ്ടാ. എങ്ങനെയുണ്ട് പഴം? നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടൻ ചായ ഉണ്ട് കേട്ടോ, അടിപൊളി കട്ടൻ ചായ ഉണ്ട്. അങ്ങനെ കുറച്ച് മീൻ കറി, സാമ്പാർ, ഇഡ്ഡലി, ചട്നി കൂടി വെച്ചാൽ. പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഇതാട്ടോ മീൻ കറി അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മീൻ കറിയും ഇഡ്ഡലിയും ചട്നി കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്പൂതിരി കേട്ടോ. നമ്പൂതിരി രാവിലെ മീൻകറി നോട്ടെ. അതെ, നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കണ്ടുള്ളൂ. ഇഡ്ഡലിയും പുള്ളിഷ്ടം മീൻകറി കൂടി കഴിച്ചത്. ദിവസം നോക്കണം. അങ്ങനെ ദിവസവിലൊക്കെ ഉണ്ട്. ചില മൊത്തം നമ്മളങ്ങനെ പറഞ്ഞാലും പറയും രാവിലെ നെയ്ഞ്ഞ മീൻ കറി. പണ്ടത്തെ സ്വഭാവം ഇപ്പം അങ്ങനെ വരിക. ഇപ്പം ആരുടെ കൂടെ കൂടിക്കണം, അതാണ് കൂടെയുള്ള പ്രശ്നം. അതെ, നിങ്ങളുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. നല്ല മീൻ കറിയും ഇങ്ങനെ മീൻ കറിയിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കുക, അങ്ങനെ ചട്നിക്ക് ഒന്ന് ആക്കുക, ഇങ്ങനെ കൂട്ടി പിടിക്കുക. ഇങ്ങനെ പീസിലെടുക്കുക, സാമ്പാറിൽ മുക്കുക, ചട്നിയിൽ നോക്കുക. അങ്ങനെ ഞങ്ങൾ കുഞ്ഞേൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോട്ടെ. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് കുഞ്ഞ് പരീക്ഷ ചെയ്ത് കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇന്നാണ് കേട്ടോ കിട്ടുക. ഇന്നലെ ഇന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് മേടിക്കട്ടെ. ഇന്ന് മേടിച്ചില്ലെങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പറഞ്ഞ് തിരിച്ചയക്കുന്നതാണ്. അപ്പോൾ ഞാൻ അൻസാർ സ്കൂളിലേക്ക് ഞാൻ കുഞ്ഞേൻ്റെ ബാഗിൽ എൻ്റെ ബാഗിൽ കുഞ്ഞിരിക്കുന്നുണ്ട്. ആ കുണുക്കന് ഫുൾ മാർക്കായിരുന്നു. കുണുക്ക് നല്ല കുട്ടിയാണ്. പഠിക്കാൻ ഇരിക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിലും അവൻ പഠിച്ച് പോയതൊക്കെ മാർക്ക് കുഴപ്പമില്ലാണ്ട് നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോഗസ്റ്റാണ് ഇവിടെ ഇത്രയും പ്രതീക്ഷിച്ചത്. എന്താ വെച്ചാൽ പഠിക്കാൻ വിളിച്ചാൽ ഭയങ്കര മടിയാണ്. പക്ഷെ അവനിക്കറിയാം, അവന് പഠിച്ച തലയിൽ കയറും. പക്ഷെ പഠിക്കാൻ ഇരിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പണി ഞങ്ങൾക്കാണല്ലോ ചീത്ത പറഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ട്യൂഷൻ ടീച്ചർ നോക്കുന്നത്. പക്ഷെ വേറെ ആരും കിട്ടിയിട്ടില്ല. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സേവനവാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു സേവനവാരം അമ്മ. അപ്പൊ നമുക്ക് കുറെ ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകളൊക്കെ ഒതുക്കി കുറെ ഡ്രസ്സുകൾ ഒഴിവാക്കാട്ടോ നമ്മള്.
നല്ലതൊന്നല്ല കേട്ടോ, ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന അതെന്റെ കളിയിലാ. അപ്പൊ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പൊ ഡ്രസ്സ് ഉപേക്ഷിക്കുമ്പോ ആരും കൊടുത്തു. പക്ഷെ ഈ ഡ്രസ്സൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മള് ഡെയിലി യൂസിൻ്റെയാണ്. നമ്മൾ ഡെയിലി യൂസ് പഴുതായിട്ടുള്ളതാണ്, അതുകൊണ്ട് കളയാനേ പറ്റുള്ളൂ. അതിൽ പിന്നെ ബനിയൻ സ്റ്റെഫൊക്കെ നമ്മൾ അടക്കള തുടയ്ക്കാനും പാദ്യം പുറത്ത് തുടയ്ക്കാനും പൊടിയൊക്കെ തട്ടാനായിട്ട് മാറ്റി വയ്ക്കും. തുടയ്ക്കാൻ പറ്റാത്ത തുണികളൊക്കെ എടുത്തിട്ട് തൂരിക്കളയും. യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒരാൾക്ക് ഇടാൻ പറ്റാത്തത് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊടുത്തിട്ടല്ലോ. നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് കളയേണ്ട സാധനം ഒരാൾക്ക് കൊടുക്കാതെ ശരിയല്ലല്ലോ. അല്ല ചേട്ടാ, അയ്യോ ഈ തുണി മടക്കല് 12 മണിക്ക് വന്നിട്ട് ഞങ്ങള് അലമാരി വെച്ചിട്ട് തണ്ടലൊന്നും ഒന്നിനും ഒതുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഞങ്ങൾ ഡെയിലി ഇടുന്ന ഡ്രസ്സാണ്. വലിയ കുണുക്കിയുടെ ഷെഡികൾ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായി കുണുക്കേണ്ടി. സമയം 5:45, 6 മണി. പണികൾ സേവനവാരത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഞാൻ കസാരമേ വേണ്ടാത്ത കൊണ്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് മാറ്റിക്കോ. ഓരോ സൈഡ് ഒതുക്കി വരിക, വരവാകാം. ഇനിയും സേവനവാരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി സോക്കേസിന്റെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അപ്പുറത്ത് വീട് പണികൾ നടക്കണേ. നമ്മുടെ വീട് പെട്ടെന്ന് പൊടി വരും. അവിടെ ഈ എന്താ പറയുക, പൈപ്പിങ്ങിൻ്റെ ഒക്കെ കട്ടിങ് ഒക്കെ വരുമ്പോഴേ ഡ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പൊടി വരിക. അങ്ങനെ എത്ര എന്നും വൃത്തിയാക്കിയാലും ഇതവസ്ഥ. കുഞ്ഞിൻ്റെ റൂം കുഞ്ഞെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ കുറേ പണിയുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മോളെ അവളെ അലമാരിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നല്ല കുട്ടി. ഇവിടെ ഉണ്ടാവുള്ള ഡ്രസ്സുകളല്ലേ കുറേ ഉണ്ട്. അവിടെയൊക്കെ ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഉപയോഗിക്കാത്തതാണ് എങ്ങനെ കേട്ടോ. ഇത് എൻ്റെ പഴയ അലമാരി. ഇതൊക്കെ എടുത്ത് തൂരിക്കണം. അപ്പോൾ ഇനി ഞങ്ങളുടെ അലമാരി ഏകദേശമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീനാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ കിടക്കീരൊക്കെ മാറ്റിയാണ്. കണ്ടോ, അഞ്ഞേട്ടൻ്റെ മുണ്ട് കളി, കുണുക്കിൻ്റെ ഡ്രസ്സ്, വീട്ടിലുള്ള ഡ്രസ്സിൻ്റെ കളിയാണ് കാണട്ടെ. കുണുക്കിൻ്റെ ഡ്രസ്സിൻ്റെ കളിയായിട്ട് കുണുക്കിൻ്റെ ഡ്രസ്സ് ഒരു തോർത്ത് മാറ്റി. എൻ്റെ മാക്സി അവിടെ ഇവിടെ കേട്ടോ. പിന്നെ കുണുക്കിനെ കുണിക്കിൻ്റെ ഷെഡികളാണ് ഈ 2 ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ബോക്സിൽ അവരെ ഒരു മിനിറ്റാ, ആ മുകളിലത്തെ ബോക്സിൽ ചോറ് പൊതിന ടവലും കൊണ്ടുപോകുന്ന ടവലും കേട്ടോ. എന്തിനും വേണ്ടാത്ത വേണ്ടാത്ത കാര്യം നിക്കള്ളോട്ടോ. കൈകാരി കുരുത്തക്കേടാണ്. ആ മുടി നന്നാവും. പുഴുവേറ്റല്ലേ ഒരു വട്ടം അടിച്ചാൽ 5-10 പുഴു വരും. അപ്പൊ 10 പുഴുണ്ട്. ഓക്കെ. ഹലോ സ്വാമിജി. സ്വാമിജി ചെറുപ്പത്തിലെ ഒരു ബനിയെ പൂട്ടി വീട് അലമാരി വൃത്തിയാക്കാൻ മടിയിൽ നിന്ന് കിട്ടി. അപ്പൊ ഈ മഞ്ഞ കളറാണ് പെട്ടപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങട്ടാ ആ കുറി നിക്ക് കുറി മുകളിലേക്ക് ആക്കിയപ്പോ ആരായി? കുരിശ് ഗോപി അല്ല, സുരേഷ് ഗോപിയാ. കുരിശ് വല്ലാത്ത ചതിയത്. ഈ പാട്ട് മനസ്സിലാവുന്ന ഇനി ബാക്കിയുള്ള കൂടി ക്ലീൻ ആകട്ടെ. ഇനി കത്തനോടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഇനി പൊളിഞ്ഞുണ്ട്. വീട്ടിൽ കുറേ പണിയുണ്ട്. ഇനിയും കുറെ പണിയുണ്ട്. അടുക്കളയിൽ മുകളിലെ സോക്കേസൊക്കെ ആദ്യമൊക്കെ ഞാനിപ്പോൾ ആദ്യം പുറത്ത് പൊത്തി പിടിച്ച് കയറിയിട്ട് എൻ്റെ വകയെന്ന് ക്ലീനിങ് കേട്ടോ. അപ്പോൾ വയ്യാത്താനം മുകളിലൊക്കെ തണണിച്ചത് കയറി അല്ല അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പൊടിയൊക്കെ തട്ടി ഡപ്പുള്ള കാരണമൊക്കെ ക്ലീൻ ആക്കി വെച്ചു. എൻ്റെ പണി ഞാൻ ചെയ്തു. എൻ്റെ പണി ആരും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എപ്പാരും വന്നാലും എൻ്റെ പണിക്ക് ബാധിക്കുന്നില്ല. നിനക്ക് എന്നും കിട്ടാറുണ്ടല്ലോ. എന്താ മോശം? നിന്റെ പുതിയ ഡ്രസ്സുകളൊക്കെ എന്തിയേ?
അന്നേട്ടാ ഇത് മാത്രം നോക്കണല്ലോ. പെട്ടെന്ന് ക്ലീൻ ചെയ്താ പെട്ടെന്ന് അടുത്ത പണിട്ടാ. പഞ്ചാബ് വയസ്സിന് പറഞ്ഞല്ലേ പെട്ടെന്ന് പണി തീർത്താ അടുത്ത പണി തരാം. നാളെ അടച്ചാ മതി. നാളെ തുടച്ചാ പറഞ്ഞ നീ ബെഡ്ഷീറ്റ് കുഞ്ഞിനെടുത്ത് വെച്ച് നിന്നോട് 2 ബെഡ്ഷീറ്റ് നല്ലത് ബുക്ക് ചെയ്യാൻ പറഞ്ഞ വിലക്കോണ്ട് എവിടെ 250 ബെഡ്ഷീറ്റ് കിങ് സൈസ് ഉണ്ട് നോക്കി നോക്ക്. അച്ഛൻ ഗൾഫിലൊക്കെ ബെഡ്ഷീറ്റുകൾക്ക് ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ക്ഷാമം. നാട്ടിൽ നിന്ന് മേടിക്കണതിന് ഈട് നിൽക്കണില്ല, അതാണ് പ്രശ്നം. അല്ലേ കേട്ടോ? എന്താ ആശാന ഇന്നത്തെ പണി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കുളിച്ച് ഇവിടെ 2 ആളെയും പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് യുദ്ധം എന്താ പറയുക യുദ്ധക്കളാണ് ഇനി വീട് കുറച്ച് നേരത്തേക്ക്. ഇവർക്ക് അത്യാവശ്യം പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത് എഴുതി വിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കണം. ഇന്ന് സത്യം പറഞ്ഞാൽ നേരം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ പോകസ്റ്റോടെ ഒപ്പിളുണ്ടായിരുന്നു. കുണിക്കിന് കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങി സമയം ഇപ്പോഴേക്ക് തോന്നുന്നു 7:30 ആയിട്ടുണ്ടാവില്ല കുഞ്ഞാ. 7:05 അല്ലേ? 7:05 ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്യാണ്ട് എൻ്റെ അനുവായിട്ട് അവിടെ പോയിട്ട് ചായ വെക്കുന്നത്. ചായ വയ്ക്കണം ചേട്ടാ. ഇവിടേക്ക് ഒരു ദുഃഖ വാർത്തയുണ്ട് പറയാൻ. ചായക്കൊന്നും ഇല്ല വയ്ക്കും. ബ്രെഡിക്ക് ഇഷ്ടമായില്ല. ഭയങ്കര മധുരം ബ്രെഡ്. എനിക്ക് ഇഷ്ടമായില്ല. അത് ഓവർ മധുരം അല്ലേ? പിന്നെ പൊടിയ സോഫ്റ്റ് അല്ല, പൊടിയ. എനിക്കും ഇഷ്ടമായില്ല. ഇതിപ്പന്മാരെന്നെ പഠിപ്പിച്ചുണ്ടാക്കുന്ന ദൈവമേ എപ്പോഴാണ് കഴിയാന്നൊരു പിടുത്തൂല്ല. ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? കറണ്ടും പോയി. അങ്ങനെ ഷർട്ട് കണ്ട ഒരാൾ വരുന്നു. ഷർട്ട് കണ്ട് നടക്കുക ഒരാൾ ഇവിടെ. ഒക്കെ ഞാൻ കാണിച്ചാൽ ഇവിടെ ഇരിക്കണം. ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വയ്യപ്പണത് ക്ഷീണിച്ചിരിക്കുന്ന കുഞ്ഞൻ, കുരുത്തക്കേട് കാണിച്ചിരിക്കുന്ന കുണിക്കുമോള്, കുരുത്തക്കേട് കണ്ടുപിടിച്ച കുണുക്കൻ. നീ ഇതൊക്കെ ഇരുന്ന് കളിക്കാണ്ട് പഠിക്കാൻ വാ എഴുത്. മീൻ കച്ചവടം മത്തി പഠിക്കടാ. കുണിക്കണ മേശമ കയറിയിരിക്കലാണ്ടോ പഠിക്കണേത്ത്? കസാരയിലിരിക്കേ. കുഞ്ഞ് പോയിട്ട് അമ്മയ്ക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടെന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കുണിക്കുന്ന പൊന്നു ഷെബിയും കാർത്തും ആലുവയിൽ വർക്കിന് പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നാളെയും ആലുവയിൽ തന്നെയാണ് അവർക്ക് വർക്ക്. എത്തണില്ല, ആലുവയിൽ നിങ്ങൾ എത്തണ്ടോ? എത്തും. ഒച്ച വണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ എഴുതല എന്നാലും മോശമായിട്ട് തന്നെ കേട്ടാ. ബീഫ് വരട്ടിട്ട് മരുന്ന് കഴിക്കാൻ കൂടെ കഴിഞ്ഞത്. അതുകൊണ്ടല്ലേ അതൊന്നല്ല. ഒരാള് ചീനക്കി കിടക്കി അങ്ങനെ ഉറങ്ങി. ഞാൻ സൂചിച്ചിട്ട് കയറ്റി കുണ്ടിക്കും. ഷർട്ട് കാണിക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ ജീവിതത്തില് ഒരാൾക്കും കൊടുക്കാണ്ട് ഞങ്ങളൊരു ഭക്ഷണം ഇവിടെ തിന്നാറില്ല. ഇവിടെ എന്തില്ല അവനാണെങ്കിൽ പിന്നെ ഇപ്പൊ പുറമെന്ന് ആര് വന്നാലും എല്ലാവർക്കും കൊടുത്ത് ശീലിച്ചിട്ട് തന്നെ ഉള്ളു നമ്മള്. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് പുഴുങ്ങി തിന്നണ ആൾക്കാരൊന്നും അല്ല. എൻ്റെ ചേച്ചി എന്തായാലും കണ്ടുപിടുത്തം നല്ലത്. 3 ഇട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ച് പുഴുക്കിന് പിടിക്ക് വാരി ചേർത്ത് പഴം പുഴുകിയിട്ടുണ്ടായിരുന്നു. അതും തീർന്നു, ഒക്കെ തീർന്നു. ഇനി ചോറുണ്ട്, വാഴ മുതിരയും ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ഉണ്ട്, ഒരു മീൻ വറുത്തതുണ്ടായി, തൈര്. ആ മീനച്ചാറുണ്ട്, പക്ഷെ തരിയുള്ളൂ. ഇനി 2 ഡേയ്സ് അത് പിന്നെ പൊന്നിന് ക്ഷേപിക്കുന്നോട്ട് അയച്ചു. അവരിന്ന് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. അവർ വരുന്നത് അറിയില്ല. തൈര് കഴിഞ്ഞു അല്ലേ? മരുന്ന് കൊടുക്കാണ്ട് തീർത്തര തൈര് കാക്കിനല്ല മേടിച്ച്. അവരിന്ന് വരുന്ന അറിയില്ലായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ വീട് ഇത്ര ബൈ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ ഞായറാഴ്ച കിട്ടാതെ ഡ്രസ്സ് കിട്ടിയില്ല. അതിൻ്റെ ആലോചനയിലാണ് കുഞ്ഞ് കൺഫ്യൂഷൻ. എന്തിടണോ കുഞ്ഞെ? പെണ്ണാണോ വരുമ്പോൾ ധാവൺ എടുക്കണോ, പട്ടുപാട് ഇടണോ, ചുരിദാർ ഇടണോ?
ചുരിദാർ ഇടാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു രാവിലെ എനിക്ക് ചുരിദാറിനേക്കാൾ ഇഷ്ടം പട്ടുപാവാട ധാവണിക്ക്. എന്തോന്ന് നാളെ ചേട്ടാ? നാളെ അല്ല, ഞായറാഴ്ച. ബായ് പറഞ്ഞോ. നാളെ നിന്നെ പെണ്ണാണോ എൻ്റെ? ഓക്കെ, ഇപ്പൊ കാലത്ത് വരും. ഓക്കെ, എടാ ഒരു ഫ്ലൈറ്റിലൊന്നല്ല വരുന്നേ, കാറിലാക്കിയല്ല.